ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് മാർക്കറ്റ് ഓൾ ടൈം ഹൈ ആയിട്ട് പോലും പ്രോഫിറ്റ് എടുക്കാൻ സാധിക്കാത്ത ട്രേഡേഴ്സിന് വേണ്ടിയുള്ള ഷോർട്ട്സ് ഇൻ ട്രേഡിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണിത്. നിങ്ങൾ കഴിഞ്ഞ രണ്ട് വീഡിയോയും കണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൺസെപ്റ്റ് വളരെ സിമ്പിളാണ്. റിസൾട്ടിൻ്റെ ബേസിൽ സെയിം ക്വാർട്ടറിൽ എൻട്രിയും മിനിമം സ്റ്റോപ്പ് ലോസും സെയിം ക്വാർട്ടർ തന്നെ എക്സിറ്റും ആണ് എൻ്റെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്ന സംഗതി. അതാണ് ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞത്. രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ വാല്യുവേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഫണ്ടയിൽ ക്രിട്ടിക്കലായിട്ട് അനലൈസ് ചെയ്യേണ്ട ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാട്രിക്സ് ഉണ്ട് ശരിക്കും. പക്ഷേ ഏറ്റവും ക്രിട്ടിക്കൽ മാട്രിക്സ് എന്ന് പറയുന്നത് വാല്യുവേഷനാണ്, ന്യായവില തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഒരൊറ്റ വീഡിയോയിൽ വാല്യുവേഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽ നിങ്ങളോട് പറഞ്ഞത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് എങ്ങനെയാണ് ക്വാർട്ടർലി റിസൾട്ട് സ്റ്റോക്കിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിനെയും പിന്നോട്ടുള്ള പ്രയാണത്തിനെയും സീരിയസ് ആയിട്ട് ബാധിക്കുന്നത്, എങ്ങനെയാണ് ക്വാർട്ടർ റിസൾട്ട് നമ്മൾ അനലൈസ് ചെയ്യുന്നതെന്നുള്ളത്. സബ്ജക്റ്റിലേക്ക് പോകുന്നതിന് മുമ്പ് കുറേ നാളിന് ശേഷം ഞാനൊരു ട്രെയിനിങ് സെഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. സെഷൻ ജാനുവരി ഫസ്റ്റ് വീക്കാണ് പ്ലാൻ ചെയ്യുന്നത്. കാര്യം ജാനുവരി മൂന്നാമത്തെ ആഴ്ചയോടുകൂടി റിസൾട്ട് സീസൺ പതുക്കെ സ്റ്റാർട്ട് ചെയ്യും. രണ്ടാമത്തെ ആഴ്ച സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ ആ സീസണിലേക്ക് ഒരു തിക്കാകാനായിട്ടൊരു ഒരു 10 days എടുക്കും. ജാനുവരി ലാസ്റ്റ് വീക്കോടുകൂടി സീസണിൻ്റെ നമ്മൾക്കൊരു പീക്കിലേക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ എത്താൻ സാധിക്കും. അപ്പോൾ സെഷൻ ബേസിക്കലി പ്ലാൻ ചെയ്യുന്നത് ഷോർട്ട്സിങ് ട്രേഡ് തന്നെയാണ് ശരിക്കും. ഫണ്ട അനാലിസിസ് ആൻഡ് ടെക്നിക്കൽ അനാലിസിസ് പ്ലസ് ബിഹേവിയർ അനാലിസിസ്. ഇറ്റ്സ് ഓഫ് 12 to 13 days സെഷനാണ് ശരിക്കും. റിസൾട്ട് വരുന്നതിന് മുമ്പ് ഈ സെഷന് ക്ലോസ് ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. കാര്യം റിസൾട്ടിനെ അനുസരിച്ച് നിങ്ങൾക്ക് പഠിച്ച കാര്യങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾക്ക് പ്രയോഗിക്കാൻ സാധിക്കും. ഇറ്റ്സ് എ ബിഗ് ചലഞ്ച് ആൻഡ് ബിഗ് ഓപ്പർച്യൂണിറ്റി ഓൾസോ. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് proswift23@gmail.com നിങ്ങൾക്ക് മെയിൽ അയക്കാം. നമ്മൾ അടുത്ത ഇന്നത്തെ സബ്ജക്റ്റിലേക്ക് നമുക്ക് കിടക്കാം. 4 ടൈപ്പ് കമ്പനികളാണ് ബേസിക്കലി മാർക്കറ്റിലുള്ളത്. ഒന്ന് ബാങ്കിങ് ആൻഡ് ഫിനാൻസിങ്. അതിൻ്റെ അനാലിസിസിൽ കുറച്ച് വ്യത്യാസമുണ്ട്. രണ്ടാമത്തെ ടൈപ്പ് എന്ന് വെച്ചാൽ സീസൺ അല്ലാത്ത കമ്പനി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ FMCG ഒരു സീസൺ ഇല്ല, ശരിയല്ലേ? കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകുന്നൊരു കമ്പനിയാണ് ഒരു കൊല്ലം മുഴുവൻ. മൂന്നാമത്തെ എന്ന് വെച്ചാൽ എന്താ പറയേണ്ടത്, ബേസിക്കലി H1 മാത്രം പെർഫോം ചെയ്യുന്ന കമ്പനി. H1 മീൻസ് ആദ്യത്തെ 6 മാസം, ഹാഫ് ഇയർ ഫസ്റ്റ്. അത് ആ ഇൻഡസ്ട്രിയുടെ പ്രത്യേകത കൊണ്ട് തന്നെ ഹാഫ് ഇയർ ഫസ്റ്റ് മാത്രമേ അങ്ങനത്തെ കമ്പനി പെർഫോം ചെയ്യത്തുള്ളൂ. H2 വരുമ്പോൾ അതിൻ്റെ പെർഫോമൻസ് ഡൗൺ ആയിരിക്കും. പിന്നെ അടുത്ത H1 വരുമ്പോൾ കമ്പനി പെർഫോം ചെയ്യും. പിന്നെ H2 വരുമ്പോൾ ഡൗൺ ആയിരിക്കും. അതുപോലെ തന്നെ നാലാമത്തെ ടൈപ്പ് കമ്പനി എന്ന് വെച്ചാൽ H2 പെർഫോമൻസ് ഉള്ള കമ്പനി. അതായത് ഫസ്റ്റ് ഹാഫിൽ പെർഫോമൻസ് വീക്കായിരിക്കും, സെക്കൻഡ് ഹാഫിൽ പെർഫോമൻസ് കയറും, വീണ്ടും ഫസ്റ്റ് ഹാഫിൽ താഴെ പോകും, വീണ്ടും സെക്കൻഡ് ഹാഫിൽ പെർഫോമൻസ് ബെറ്ററായി വരും. 4 കമ്പനിയുടെയും അനാലിസിസ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു തെറ്റ് വരാൻ പാടില്ല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പക്കയായിട്ട് നമ്മൾ ചെയ്യാം. ക്വാർട്ടർലിയിൽ ബെസ്റ്റ് പെർഫോമൻസ് ആണ്. സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ ഇറ്റ്സ് മാനേജബിൾ ആണെങ്കിൽ അത് കയറിപ്പോകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. പ്രോബബിലിറ്റി ഈസ് വെരി ഹൈ ശരിക്കും. ക്വാർട്ടർലി വീക്കാണെങ്കിൽ, കഴിഞ്ഞ ക്വാർട്ടറെക്കാളിലും അല്ല കഴിഞ്ഞ ഇയർ ഓൺ ഇയർ പെർഫോമൻസിനെക്കാളും ക്വാർട്ടർലി വീക്കാണെങ്കിൽ ചാൻസ് ഈസ് ഓൾവേസ് റിമോട്ടാണ് ശരിക്കും. വി ഷുഡ് നോട്ട് ടേക്ക് റിസ്ക് വിത്ത് അങ്ങനത്തെ കമ്പനിയായിട്ട്. നമുക്ക് 1-2 കമ്പനി അനാലിസിസിൽ നമുക്ക് കിടക്കാം. നമ്മൾ ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്കിൻ്റെ ക്വാർട്ടർലി അനാലിസിസ് ആണ്, ക്വാർട്ടർലി പേജാണ്. screener.in എന്നുള്ള സൈറ്റാണ്. ആ സൈറ്റിൽ നമ്മൾ ക്വാർട്ടർലി എടുത്താൽ നമുക്ക് 3 കൊല്ലത്തെ ക്വാർട്ടറിൻ്റെ ഡീറ്റെയിലും കൂടി ഇതിൻ്റെ അകത്തുണ്ട്. ഒരു കൊല്ലത്തിൽ 4 ക്വാർട്ടറാണല്ലോ. അപ്പം ടോട്ടൽ 12 ക്വാർട്ടർലി റിസൾട്ടാണുള്ളത്. ഫസ്റ്റ് സെയിൽസ് ആണ്, സെക്കൻഡ് എക്സ്പെൻസ് ആണ്, ഇതിന് ടോപ്പ് ലൈൻ എന്ന് പറയും, ഇതിന് ബോട്ടം ലൈൻ എന്ന് പറയും, പിന്നെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, പിന്നെ ബാക്കിയുള്ള പാരാമീറ്റേഴ്സ് വന്നിട്ട് ഏർണിങ്സ് പെർ ഷെയറിലേക്ക് നമ്മൾ വരും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റോക്ക് കഴിഞ്ഞ ക്വാർട്ടറിലെ Q2 Q1 റിസൾട്ട് വന്ന കഴിഞ്ഞുള്ള Q2 മാത്രം ഓവർ എ പീരീഡ് ഓഫ് ജസ്റ്റ് ഹാർഡ്ലി 20-25 ട്രേഡിംഗ് ഡേ കൊണ്ട് ഡബിളായി. എന്താണ് ഡബിൾ ആകാനായിട്ടുള്ള കാരണം? ഇപ്പം നമ്മൾ 2 അനാലിസിസ് നമ്മൾ ചെയ്യുന്നത്. വൺ ഈസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇയർ ഓൺ ഇയർ അനാലിസിസ്. അതായത് കഴിഞ്ഞ Q1 പെർഫോമൻസസ് വേഴ്സസ് ഈ കൊല്ലത്തെ Q1 പെർഫോമൻസ്. ദാറ്റ് Q1 എന്ന് വെച്ചാൽ ഏപ്രിൽ മെയ് ജൂണിലെ പെർഫോമൻസ് ആണ് Q2 ജൂലൈ ഓഗസ്റ്റ് മാസത്തിൽ വരുന്നത്. ആ പെർഫോമൻസ് വേഴ്സസ് ഈ കൊല്ലത്തെ പെർഫോമൻസ്. രണ്ടാമത്തെ കാര്യം സീക്വൻഷ്യൽ, അതായത് ഇക്കൊല്ലത്തെ Q4 പെർഫോമൻസ് വേഴ്സസ് ഇക്കൊല്ലത്തെ Q1 പെർഫോമൻസ്. ഇത് രണ്ടും നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഇപ്പം കഴിഞ്ഞ ജൂണിലെ റിസൾട്ട് ഇതാണ്. ജൂൺ ഫാക്ടർ ഇതാണ്. ജൂൺ കംപ്ലീറ്റ് വരുന്നത് കേട്ടോ. ഇതാണ് ജൂൺ വേഴ്സസ് ഇക്കൊല്ലത്തെ ജൂൺ.
നിങ്ങൾ നോക്കണം 251 crores ആണ് സെയിൽസ്, അത് 596 ആയി. 211 കോടിയാണ് ചെലവ്, 414 കോടിയായി. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 39 കോടി എന്നുള്ളത് 182 കോടിയായി, 5 ഇരട്ടിയായിട്ട് കൂടി 2 ക്വാർട്ടർ തമ്മിൽ കമ്പയർ ചെയ്യപ്പെടുത്തിക്കും. OPM മാർജിൻ 16% എന്നുള്ളത് 31%. ഹയസ്റ്റ് ആണ്, ഡബിൾ ആയി. നിങ്ങൾ നോക്കണം, ഈ കഴിഞ്ഞ 3 കൊല്ലത്തിനിടയിൽ ഹയസ്റ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ ആണ് ഈ സ്റ്റോക്ക് ഇക്കൊല്ലം Q1 റിസൾട്ട് വന്നപ്പോൾ തന്നത്. ടോപ്പ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, ടോപ്പ് എന്താ പറയണ്ടേ OPM മാർജിൻ ക്യാൻ ലീഡ് ടു ടോപ്പസ്റ്റ് പെർഫോമൻസ്. മനസ്സിലായോ? അതാണ് ബേസിക് മന്ത്ര. താഴെ പോയാൽ നിങ്ങൾ അതിൻ്റെ പിന്നെ താഴെ പോയാൽ ജൂൺ കഴിഞ്ഞു, പിന്നെ അതർ ഇൻകം വന്നു, ഇൻട്രസ്റ്റ് വന്നു, ഡിപ്രീസിയേഷൻ വന്നു. പ്രോഫിറ്റ് ബിഫോർ ടാക്സ് 16 കോടി എന്നുള്ളത് 153 കോടിയായി, ഓൾമോസ്റ്റ് 10 times ആയി. ടാക്സ് ആ ജൂണിൽ 37% ടാക്സ് അവരടച്ചു. ഈ ജൂണിൽ ടാക്സ് അഡ്ജസ്റ്റ്മെന്റ്സ് കണ്ടേക്കാം, 3% കുറഞ്ഞു. അത് കഴിയുമ്പോഴത്തേക്കുള്ള നെറ്റ് പ്രോഫിറ്റ് കഴിഞ്ഞ ജൂണിൽ 10 കോടിയായിരുന്നു, ഈ ജൂണിൽ 148 കോടിയായി, ഓൾമോസ്റ്റ് 15 times ആ നെറ്റ് പ്രോഫിറ്റ്. ഇനി നിങ്ങൾ സെയിം 37% ടാക്സ് വെച്ച് തന്നെ ഇവിടെ വർക്കൗട്ട് ചെയ്ത് നോക്കിക്കോളൂ. എന്നാലും 37% 153 എന്ന് പറയുന്നത് സംതിങ് അറൗണ്ട് 50 കോടി കൂട്ടിക്കൂ. എന്നാലും 153 മൈനസ് 50 ക്രോസ് കഴിഞ്ഞാൽ 100 കോടി 103 കോടിയായിട്ട് മാറും എഗൻസ്റ്റ് 10 CR. എങ്കിലും പെർഫോമൻസ് ടോപ്പാണ്. കഴിഞ്ഞ ജൂണിലെ ഏർണിങ്സ് പെർ ഷെയർ 91 പൈസ ആണെങ്കിൽ ഈ ജൂണിൽ 13 രൂപ 80 പൈസയായി. ദി ബെസ്റ്റ് പെർഫോമൻസ്. 13 times ഒക്കെയാണ് പാരാമീറ്റർ പെർഫോമൻസ് വന്നിരിക്കുന്നത്. സ്റ്റോക്ക് ഓവർ എ പീരീഡ് ഓഫ് 20-30 days സ്റ്റോക്ക് 110% ഹിറ്റ് ചെയ്തു സെയിം ക്വാർട്ടറിൽ. ഇനി ഇതിന്റെ സ്വീക്വൻഷ്യൽ കൂടെ നമുക്ക് നോക്കാം. അതായത് ഈ കഴിഞ്ഞ ഇപ്പം നമ്മൾ ജൂൺ അല്ലേ നോക്കിയേ, ജൂൺ വേഴ്സസ് കഴിഞ്ഞു കൊടുത്ത ജൂൺ. ഇനി സ്വീക്വൻഷ്യൽ മാർച്ച് വേഴ്സസ് ജൂൺ എന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. 134 കോടി വേഴ്സസ് 182 ക്രോസ്, 25% വേഴ്സസ് 31%. താഴെ പോയി നിങ്ങൾ 68 കോടി വേഴ്സസ് 148 കോടി. 6 രൂപ 39 പൈസ എന്നുള്ള EPS 13 രൂപ 80 പൈസയായിട്ട് മാറി. സോ ഇയർ ഓൺ ഇയറും സ്വീക്വൻഷ്യലും ബെസ്റ്റ് പെർഫോമൻസ് കൊടുത്തുകൊണ്ട് തന്നെ കമ്പനി ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്തു. കമ്പനിയുടെ സ്റ്റോക്ക് 110% ഇൻക്രീസ് ചെയ്ത് 184 പോയി. ഇനി ഈ ക്വാർട്ടറിൽ നമ്മളിപ്പോൾ Q3 നിൽക്കുന്ന ഈ Q2 റിസൾട്ട് വന്നപ്പോൾ എന്താ സംഭവിച്ചതെന്ന് നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്യാം. ഇപ്പൊ കഴിഞ്ഞ സെപ്റ്റംബർ ടു സെപ്റ്റംബറാണ് നമ്മൾ നോക്കട്ടെ. സെപ്റ്റംബറിൽ നോക്കാൻ നേരത്ത് ഓപ്പറേഷൻ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 49 കോടിയായിരുന്നു, 157 കോടിയായി. ഗുഡ്. OPM മാർജിൻ 16% എന്നുള്ളത് 26% ആയി. ഗുഡ്. EPS നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 15 കോടിയായിരുന്നു, 95 കോടിയായി, 95 കോടിയായി. ഗുഡ്. EPS എന്ന് പറയുന്നത് 1 രൂപ 37 പൈസ എന്ന് 8 രൂപ 83 പൈസയായി. ഗുഡ്. ആക്ച്വലി സ്വീക്വൻഷ്യൽ ഒന്ന് നോക്കിയാലോ. ദാറ്റ് മീൻസ് ഈ കഴിഞ്ഞ Q2 വന്ന റിസൾട്ട് വേഴ്സസ് Q1 വന്ന റിസൾട്ട്, ദാറ്റ് മീൻസ് ജൂൺ ടു സെപ്റ്റംബർ എന്ന് നോക്കിയാലോ. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ 182 ക്രോസ് വേഴ്സസ് 157. വീക്കായി. കാര്യം എന്താ? സെയിൽസിൽ വലിയ വ്യത്യാസം വന്നിട്ടില്ല. സെയിൽസ് ജൂണിൽ 596 ആയിരുന്നു, 609 ആയിട്ട് മാറി. ഹാർലി എത്ര പെർസെന്റ് മാറിയിട്ടുണ്ട്? 10% ഇല്ല, ഹാർലി എത്ര പെർസെന്റ് മാറിയിട്ടുണ്ട്? 2% മാറി. എക്സ്പെൻസ് 414 നിന്നും 10% കയറി 453 ആയി. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 182 നിന്നും 157 ആയിട്ട് കുറഞ്ഞു. OPM മാർജിൻ 31% നിന്നും 26% കുറഞ്ഞു. നെറ്റ് പ്രോഫിറ്റ് 148 കോടിയിൽ നിന്നും 95 കോടിയായിട്ട് കുറഞ്ഞു. EPS 13 കോടി 80 പൈസ നിന്ന് 8 രൂപ 80 പൈസയായിട്ട് കുറഞ്ഞു. Q1 റിസൾട്ട് Q2 വന്നപ്പോൾ 110% കൊടുത്ത് 184 ഹിറ്റ് ചെയ്ത സ്റ്റോക്ക് Q2 റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് സ്വീക്വൻഷ്യൽ വീക്ക് ആയതുകൊണ്ട്, ദാറ്റ് മീൻസ് കഴിഞ്ഞ ക്വാർട്ടറുമായിട്ട് വീക്ക് ആയതുകൊണ്ട് 114 രൂപയിലേക്ക് ലോ ഹിറ്റ് ചെയ്തു. നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റോക്കിന്റെ ഒരു P&L പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷീറ്റിലാണ് നിൽക്കുന്നത്. മാർച്ച് 2021, മാർച്ച് 2022. TTM എന്ന് വെച്ചാൽ ട്രെയിലിംഗ് 12 months. ദാറ്റ് മീൻസ് ലാസ്റ്റ് 4 ക്വാർട്ടറിന്റെ സമ്മാണ് ശരിക്കും. സെയിൽസ് മാർച്ച് 2022 ക്ലോസ് ചെയ്ത ആനുവൽ സെയിൽസ് 1525 കോടിയായിരുന്നു. അത് കഴിഞ്ഞ് 12 മാസത്തെ, ദാറ്റ് മീൻസ് ഈ Q2, Q1, ലാസ്റ്റ് ഇയറിലെ Q4, ലാസ്റ്റ് ഇയറിലെ Q3 കൂടെ ചേർത്ത് 2175 കോടിയായി. എക്സ്പെൻസസ് 1024 നിന്നും 1608 കോടിയായി. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 322 കോടിയിൽ നിന്നും 567 കോടിയായിട്ട് കൂടി. ഹ്യൂജായിട്ട് എസ്കലേറ്റ് ചെയ്തു. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ 25% നിന്നും 26% കൂടി. പ്രോഫിറ്റ് ബിഫോർ ടാക്സ് 209 കോടിയിൽ നിന്നും 450 കോടിയായിട്ട് മാറി.
ടാക്സ് ആയിട്ടില്ല. അതിൻ്റെ TTM ടാക്സ് ടോട്ടൽ 4 ക്വാർട്ടറും കൂടെ കംപ്ലീറ്റ് ചെയ്യുമ്പോഴേ ടാക്സിൻ്റെ ആ പാട്ട് വരുന്നുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഏണിങ്സ് പെർ ഷെയർ എന്ന് പറയുന്നത് ഓൺ ആൻ ആവറേജ് 12 രൂപ 53 പൈസയിൽ നിന്നും 32 രൂപ 88 പൈസയിലേക്ക് മാറി. ശരിക്കും ഇനി ഇതിൻ്റെ അകത്ത് ടാക്സും കൂടെ വരും. ശരിക്കും ഇനിയിപ്പം നമ്മൾ Q3 റിസൾട്ട് ഇപ്പം 2 ആഴ്ചയ്ക്കും വരും. പിന്നെ Q4 റിസൾട്ട് വരുമ്പോഴേ ശരിക്കും ആ ആനുവൽ ആയിട്ടുള്ള മാർച്ച് 2023 എന്നുള്ള ഫിഗറിലേക്ക് നമ്മൾ കയറത്തുള്ളൂ. ശരിക്കും ഇതിപ്പോൾ കഴിഞ്ഞ TTM എന്ന് പറയുന്നത് കഴിഞ്ഞ 4 ക്വാർട്ടറാണ്. അതിൻ്റെ അകത്ത് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിലെ 2 ക്വാർട്ടറും കൂടി ചേർത്താണ് TTM ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ Q3 വരാൻ നേരത്ത് Q3 പ്ലസ് Q2 പ്ലസ് Q1 പ്ലസ് കഴിഞ്ഞ Q4 കൂടെ ചേരും. പിന്നെ Q4 റിസൾട്ട് വരുമ്പോഴത്തേക്കും Q4 പ്ലസ് Q3 പ്ലസ് Q2 പ്ലസ് Q1 വരുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ഫിഗർ നമുക്ക് പക്കയായിട്ട് കിട്ടും. ഇപ്പോഴത്തെ കറണ്ട് ആയിട്ടുള്ള ലേറ്റസ്റ്റ് കറണ്ട് അവൈലബിൾ ഫിഗേഴ്സാണ് നമ്മുടെ കയ്യിലുള്ളത്. സോ 12 രൂപ 53 പൈസയെന്ന് ഏകദേശം 32 രൂപയായിട്ട് EPS മാറി. ശ്രദ്ധിക്കണം, Q1 റിസൾട്ട് വന്ന Q2-ലാണ് ഈ സ്റ്റോക്ക് ഡബിൾ ചെയ്തത്. Q2 റിസൾട്ട് വന്ന Q3-ൽ റിസൾട്ട് മോശമായിരുന്നു. സ്റ്റോക്ക് വലിയ രീതിയിൽ കറക്റ്റ് ചെയ്തു. ശരിക്കും ഇനിയിപ്പോൾ വരുന്ന റിസൾട്ട് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. റിസൾട്ട് ഡബിൾ ആയതുകൊണ്ടാണ് ഞാൻ ഈ P&L അക്കൗണ്ട് കൂടെ നിങ്ങളെ കൃത്യമായിട്ടൊന്ന് കാണിച്ചത്. കാര്യം എങ്ങനെയാണ് ഒരു ആനുവൽ P&L അക്കൗണ്ടിൽ ടോട്ടൽ ഡിഫറൻസസ് വരുന്നുള്ളതിൻ്റെ ഒരു വെർഷനാണിത്. ഈ കൊല്ലം കംപ്ലീറ്റ് ആയി കഴിയുമ്പം ശരിക്കും എക്സാക്ട് ഫിഗേഴ്സ് നമുക്ക് കിട്ടും. സോ കറണ്ട് ലെവൽ വെച്ച് ആ ഫിഗേഴ്സ് ബെറ്റർ ആയിരിക്കാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കറണ്ട് ഫിഗർ വെച്ച് കാര്യം കഴിഞ്ഞ മാർച്ച് 2022-ലെ 4 ക്വാർട്ടറിലെ പെർഫോമൻസ് 322 കോടിയേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ കഴിഞ്ഞ കൊല്ലം അത് 159 കോടിയിൽ നിന്നാണ് 322 ആയത്. അവിടുന്ന് ഇപ്പോൾ തന്നെ 567 കോടി എത്തിക്കഴിഞ്ഞു. ശരിക്കും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇനിയും 2 ക്വാർട്ടർ റിസൾട്ട് വരാനുണ്ട്. ക്വാർട്ടർലി അനാലിസിസും വാല്യുവേഷനും കൂടി ചേരുമ്പോൾ ഫണ്ടയിലെ വലിയൊരു ക്രിട്ടിക്കലായിട്ടുള്ള 2 ഫാക്ടേഴ്സ് നിങ്ങൾ പഠിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. ഇത് രണ്ടുമല്ല ധാരാളം കാര്യങ്ങൾ ഫണ്ടയിൽ പഠിക്കാനുണ്ട്. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ വീടിൻ്റെ സമീപത്തുള്ള MCOM പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ CA പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് കാണും. അവരുടെ അടുത്ത് പോയി ഒരാഴ്ച റിക്വസ്റ്റ് ചെയ്യുക ഇതൊന്ന് ബേസിക് ആയിട്ടുള്ള ഫണ്ട പാരാമീറ്റേഴ്സ് പഠിപ്പിച്ചു തരാനായിട്ട്. കാര്യം അത് നിങ്ങളുടെ ഒരു ഡ്രീം എന്താ പറയണ്ടത് ഒരു പ്രൊഫഷണൽ ട്രേഡർ എന്നുള്ള ഒരു ഡ്രീമിലേക്ക് നിങ്ങളെ തീർച്ചയായും എത്തിക്കട്ടെ. നമ്മുടെ പ്രാർത്ഥനയും നമ്മളൊക്കെ ഈ എഫർട്ട് എടുക്കുന്നതിന് വേണ്ടി തന്നെയാണ് ശരിക്കും. അപ്പോൾ നമ്മുടെ ഫണ്ട വീഡിയോ ഇന്നത്തെ കൊണ്ട് തീരുവാണ്. നമുക്ക് ടെക്നിക്കലായിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങൾ ഷെയർ ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ ശരിക്കും. സൈനിങ് ഓഫ്. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം.